ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, സിന്ധു നദീജല കരാർ, ഇൻഡസ് വാട്ടർ ട്രീറ്റി, ഈ വാട്ടർ ട്രീറ്റി പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദിയിലായിരുന്നു. അദ്ദേഹം അവിടെ അത്താഴ വിരുന്ന് പോലും കഴിക്കാതെ തിരിച്ചിറങ്ങിയിട്ട് ആദ്യം ചെയ്ത പണി, അദ്ദേഹം ഒരു നിമിഷം പോലും അമാന്തിച്ചില്ല, ആശങ്കപ്പെട്ടില്ല. അദ്ദേഹം ഉടനെ തന്നെ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ ആ കരാർ എടുത്തു. ആ കരാർ എടുത്തിട്ട് ആ കരാർ വെട്ടി തോട്ടിലെറിഞ്ഞു. ഇതാണ് ആദ്യം ചെയ്ത പണി എന്ന് പറയുന്നത്. ഒരുപാട് നാളായിട്ട് ഇന്ത്യ ദാഹിച്ചിരിക്കുന്നത് പോലെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു അവസരം കിട്ടിയതുപോലെയാണ് അദ്ദേഹം ഇത് ചെയ്തത്. കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം, പാകിസ്ഥാനും അറിയാം, ലോക രാജ്യങ്ങൾക്കെല്ലാം അറിയാം. അതിനുശേഷം ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയെ മെരുക്കാനായി വേറെ പല രാജ്യങ്ങളുടെയും കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കരാർ പുതുക്കണം, അത് നിങ്ങൾ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് വേറെ ഒരു രാജ്യങ്ങളും പറഞ്ഞാലും ഇന്ത്യ അത് കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അതിനിടയിൽ നമ്മൾ കേട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത, സിന്ധ് പ്രവിശ്യയിൽ ഇത്ര ലക്ഷം ആൾക്കാർ പലായനം ചെയ്തു പോയി എന്നുള്ളതാണ്. കാരണം വർഷങ്ങളായിട്ട് അവർക്ക് ഈ വെള്ളം കിട്ടുന്നില്ല. ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ അവിടെ നിന്നും വരുന്ന ചെനാബ് നദിയിൽ അടക്കം വരുന്ന വെള്ളം ഈ പാകിസ്ഥാൻ സർക്കാർ അവർക്ക് അനുകൂലമായിട്ടുള്ള പ്രവിശ്യകൾ, ഇപ്പൊ പഞ്ചാബ് പ്രവിശ്യ പോലുള്ള പ്രവിശ്യകളിലേക്ക് അവർ വഴിതിരിച്ചു വിടുന്നു. ഇവിടെയുള്ള ആൾക്കാരെ രണ്ടാം കിട പൗരന്മാരായിട്ട് കണ്ടിട്ട് അവർക്ക് വെള്ളം കൊടുക്കുന്നില്ല, തുച്ഛമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പലായനത്തിന്റെ വക്കിലായിരുന്നു. ഇന്ത്യ ഇത് കട്ട് ചെയ്തപ്പോൾ അവർ മൊത്തത്തിൽ പലായനം ചെയ്തു പോയി എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. ഓരോ ദിവസം കഴിയുന്നതോറും ഇതിന്റെ അപ്ഡേറ്റുകൾ പുറത്തു വരികയാണ്. അപ്പോൾ ഒരു ജല ബോംബ് ഇട്ട് കഴിഞ്ഞ ശേഷം പാകിസ്ഥാനിൽ എന്തുകൊണ്ട് ഒരു കോളിളക്കം സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓൾറെഡി കോളിളക്കം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രതികരണമാണ് അസീം മുനീറൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇന്ത്യക്കെതിരെ കൊലവിളിയൊക്കെ നടത്തുന്നത്. അന്തർധാരയിലൂടെ ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്നുണ്ട്, ഇവർ കാല് പിടിക്കുന്നുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ് അതിന്റെ വാർത്തകളൊക്കെ കൃത്യമായിട്ട് പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ബിജുചേട്ടാ കുറച്ചുകൂടെ ഒരു ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ടാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. ഇനി പാകിസ്ഥാനിൽ ഏകദേശം 30 ദിവസത്തേക്കുള്ള വെള്ളം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാമുകളായിട്ടുള്ള തർബേല, മംഗള എന്നിവ ഏറെക്കുറെ വറ്റിക്കഴിഞ്ഞു, ഡെഡ് സ്റ്റോറേജ് ലെവലിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ കാർഷിക മേഖലയുടെ ഏതാണ്ട് 85-90% ആശ്രയിച്ചിരിക്കുന്ന ഈ നദീജല കരാർ പ്രകാരം ഇന്ത്യ നൽകിയിരുന്ന വെള്ളത്തെയാലും ഇത് നിലച്ചതോടെ വെട്ടിലായ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ UN-ലും പല രാജ്യാന്തര വേദികളിലും പല അടവുകളും ഇറക്കി നോക്കി, ഒന്നും തന്നെ ഫലിക്കുന്ന കാഴ്ചയില്ല. പക്ഷേ മാനുഷിക പരിഗണന മുൻനിർത്തി നമ്മുടെ വളരെ ധാർമ്മികമായിട്ട് പൊരുതുന്ന ഒരു രാജ്യമായതുകൊണ്ട് അത് വളരെ കറക്റ്റ് ആട്ടോ. മഹാഭാരത യുദ്ധം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഓപ്പറേഷൻ സിന്ദൂർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാവുന്ന യുദ്ധം രാമായണ അത് കഴിഞ്ഞ് മഹാഭാരതം, അത് കഴിഞ്ഞ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ, ഇതെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ബിജുചേട്ടാ എപ്പോഴും മനുഷ്യത്വവും ധാർമ്മികതയും പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. രാവണനെ വധിച്ചു കഴിഞ്ഞ ശേഷം ശ്രീരാമൻ രാവണന്റെ മൃതദേഹത്തിന്റെ മുമ്പിൽ ആ മൃതദേഹത്തെ ആദരിക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ്മണൻ ചോദിച്ചു, എന്തിനാണ് താങ്കൾ ഈ മൃതദേഹത്തെ ആദരിക്കുന്നത്? അപ്പൊ ശ്രീരാമൻ പറഞ്ഞത്, മരണപ്പെട്ട് കഴിഞ്ഞാൽ ആരും ആരുടെയും ശത്രുവല്ല ലക്ഷ്മണ, അത് നീ മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. വലിയൊരു സന്ദേശമാണ് അവിടെ കൊടുത്തത്. മഹാഭാരത യുദ്ധത്തിലായിക്കോട്ടെ, മഹാഭാരത യുദ്ധത്തിൽ ധർമ്മയുദ്ധമാണ്. അതായത് ആനപ്പുറത്തിരിക്കുന്നവനുമായിട്ട് മാത്രമേ യുദ്ധം ചെയ്യുകയുള്ളൂ, കുതിരപ്പുറത്തിരിക്കുന്നവനുമായിട്ട് മാത്രമേ യുദ്ധം ചെയ്യുകയുള്ളൂ. ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിനകത്ത് കയറ്റി വധിച്ചപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത്, കർണന്റെ കഴുത്തിലേക്ക് അമ്പയിട, അവന്റെ ചക്രം താഴ്ന്നു നിൽക്കുന്നു നീ നോക്കണ്ട. കാരണം അഭിമന്യുവിനെ അവൻ എന്ത് ധാർമ്മികതയിലാണ് വധിച്ചത്, എങ്ങനെയാണ് ഒരു വിവസ്ത്രയായിട്ട് ഒരു സ്ത്രീയെ ഒരു നിറഞ്ഞ സദസ്സിൽ വിവസ്ത്രയാക്കുന്നത്, ഇതൊക്കെ അധാർമികമാണ്. അപ്പൊ ധർമ്മം ചെയ്യുന്നവനോട് മാത്രം ധർമ്മം മതി, അല്ലാത്തവനോടൊക്കെ അധർമ്മം മതി എന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സിവിലിയനെ പോലും അവിടെ വധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു സിവിലിയനെ പോലും വധിച്ചിട്ടില്ല, നമ്മൾ ഒരു നിയമങ്ങളും ലംഘിച്ചിട്ടില്ല, നമ്മൾ ഒരു തരത്തിലുള്ള അധാർമിക പ്രവൃത്തികളും നടത്തിയിട്ടില്ല. ഭീകരന്മാരുടെ താവളങ്ങൾക്ക് മാത്രമേ നമ്മൾ തവിട് പൊടിയാക്കിയിട്ടുള്ളൂ. ഇപ്പോഴും ആ ഒരു കരാർ കട്ട് ചെയ്യുമ്പോഴും നമ്മൾ മാനുഷിക മൂല്യങ്ങൾ നിലനിർത്തണം എന്നുള്ള ഒരു കാര്യമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന സംഭവം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ദൗർബല്യവും അത് തന്നെയാണ്. ഈ മാനുഷിക മൂല്യങ്ങൾ നമുക്കങ്ങ് അകമഴിഞ്ഞ് ഒഴുകി വരുന്നത് കൊണ്ടാണ് 200 കൊല്ലം 500 കൊല്ലം 1000 കൊല്ലം ഒക്കെ മുഗളന്മാർ നമ്മളെ ഭരിച്ചതും ബ്രിട്ടീഷുകാർ ഭരിച്ചതും അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി ആ ഒരു വെട്ടിത്തം കാണിക്കും എന്ന് ബിജുചേട്ടന് തോന്നുന്നുണ്ടോ? മാനുഷിക മൂല്യം മുൻനിർത്തി 30 ദിവസത്തെ വെള്ളം മാത്രമല്ലേ ഉള്ളൂ, കൊടുത്തൂടെ എന്നൊക്കെ ഇവിടെയുള്ള സുഡാപ്പികൾ ചോദിക്കുന്നുണ്ട്. എന്താണ് ഇതിൽ തോന്നുന്നത്? അതായത് ഈ ഒരാളുടെ കണക്കൂട്ടലുകൾക്ക് അപ്പുറം അതിനെ തെറ്റിച്ചുകൊണ്ട് മുന്നേറുമ്പോഴാണ് ഒരു ഹീറോ ജനിക്കുന്നത്. സിനിമയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഹീറോ ഒരു 100 പേരെ മുമ്പൊക്കെ, ഇപ്പോഴാണ് 100 പേരെ ഇടിച്ചിടുന്നൊന്നും വലിയ കാര്യമല്ല. അന്ന് ഈ 100 പേരെ പറന്നും കിടന്നും ഒക്കെ ഇടിക്കുമ്പോൾ അതൊരു നമ്മളുടെ ചിന്തകൾക്ക് അപ്പുറമാണത്. ഒരു മനുഷ്യന് മാക്സിമം 4-5 പേരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നിടത്താണ് ഒരു ഹീറോ അങ്ങനെ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇതിലും സംഭവിച്ചത്. ഈ നരേന്ദ്രമോദി
മുമ്പ് അദ്ദേഹം ഇപ്പോഴാണല്ലോ ഇത് മരവിപ്പിച്ചത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം പല റാലികളിലും പറയുമായിരുന്നു വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല എന്ന്. പക്ഷെ ആർക്കും ഇതിന്റെ ഒരു ആഘാതമോ എന്താണ് ഇദ്ദേഹം പറയുന്നതെന്നോ അന്ന് ഇത് ആർക്കും മനസ്സിലായിട്ടില്ലെന്നുള്ളതാണ് വലിയ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വാർത്ത നമ്മൾ കൊടുത്തിരുന്നു, പലർക്കും അറിയില്ല. അവർ ചോദിക്കുന്ന ഇച്ചിരി വെള്ളം ഡാം കൂട്ടിയപ്പോ എന്ത് സംഭവിക്കാൻ പോകുന്നു, വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. അതിനിടയിൽ സുഡാപ്പികളല്ല അവിടെ പറഞ്ഞു ഇന്ത്യയല്ലേ തൽക്കാലത്തേക്ക് പൂട്ടി വെച്ചാൽ അത് നിങ്ങൾ ദാഹിക്കുമ്പോഴത്തേനും നമ്മൾ ഉറപ്പായിട്ടും വിട്ടുകൊടുക്കും, ഇല്ലെങ്കിൽ ലോകരാജ്യങ്ങളെല്ലാം കൂടെ മുക്കി കയറ്റുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പറയുന്ന ഈ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയെ ചെന്നു. ഐക്യരാഷ്ട്രസഭയിലല്ല അവർ ആദ്യം ചെന്ന് ലോകബാങ്കിന്, കാരണം ലോകബാങ്കിന്റെ സാന്നിധ്യത്തിലായിരുന്നല്ലോ ഈ കരാർ വന്നത്. അപ്പൊ ലോകബാങ്കിന് ചെന്നപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന്റെ ഇടപാടുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഐക്യരാഷ്ട്രസഭയിൽ ചെന്നപ്പോൾ പറഞ്ഞു അതിപ്പോ നിങ്ങൾ എങ്ങനെങ്കിലുമൊക്കെ അത് കരാറാണല്ലോ, കരാറിനകത്ത് ലംഘനത്തിന് ഐക്യരാഷ്ട്രസഭ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം അന്നും നമ്മൾ പലവട്ടം ഈ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നും നമ്മൾ പറയുന്നുണ്ട് ഇതിന്റെ ഓരോ അപ്ഡേഷൻസും ധനുഷ് കൃത്യമായി തന്നെ കൊണ്ടുവരാറുമുണ്ട്. അവിടെ പിന്നെ കടൽ കയറിയ വാർത്ത നമ്മൾ കൊണ്ടുവന്നു, ഈ ജലം നിർത്തിയതിനു ശേഷം വെള്ളം കിട്ടാതെ അവിടെ ആളുകൾ പലായനം ചെയ്തത് നമ്മൾ പറഞ്ഞു, അവിടെ വലിയ സ്ട്രൈക്ക് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്പായിട്ട് വന്നിരിക്കുന്ന ഒരു സാധനം ഇതാണ്. എനിക്ക് തോന്നുന്നു പാകിസ്ഥാന്റെ ഭരണാധികാരികൾക്കും ഇതിനകത്തൊരു ഇത്രയും രൂക്ഷത അവർ അന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. നമ്മുടെ ഇന്ത്യയിൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. ഇതിങ്ങനെ പറയുന്നു ഇച്ചിരി കഴിയുമ്പോൾ വെള്ളം വിട്ടുകൊടുക്കും, അതുകൊണ്ട് സംഭവം തീരും. ഇതെന്ത് അന്ന് ഇവിടുത്തെ ബുദ്ധിരാഷ്ട്രന്മാർ പറഞ്ഞ മറ്റൊരു വലിയ കാര്യം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ എല്ലാവരും ചിന്തിച്ചു പോകും. അവർ പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നിൽക്കും. അവർ പറഞ്ഞ കാര്യം ഈ വെള്ളം എല്ലാം കൂടെ കെട്ടി നിർത്തി കഴിഞ്ഞാൽ, ഇപ്പൊ ഈ വർഷകാലം മറ്റും വന്നു കഴിഞ്ഞാല് ഈ വെള്ളം എങ്ങോട്ട് പോകും? അപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകില്ലേ? അപ്പൊ നിവൃത്തിയില്ല, ഇന്ത്യക്ക് തുറന്നു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. മണ്ടത്തരമല്ലേ മോദി കാണിക്കുന്നത്? അവിടെ മണ്ടനായത് ആരാന്നറിയോ? നമ്മളാ. കാരണം ഇദ്ദേഹം കയറിയിട്ട് 2014 തൊട്ട് കയറിയിട്ട് ഇദ്ദേഹം ആദ്യം ചെയ്ത പണി എന്താ അറിയാം? നദീജല സംയോജന പദ്ധതി കൊണ്ടിരുന്നു. അതായത് എല്ലാ നദികളും തമ്മിൽ സംയോജിപ്പിക്കുകയും അനവധി കനാലുകൾ പണിയുകയും രാജസ്ഥാനിലേക്ക് അടക്കം കനാലുകൾ പണിതുകൊണ്ട് ഈ വെള്ളം അത് എന്തിനാണെന്ന് അപ്പൊ എല്ലാവരും കരുതിയത് നമ്മുടെ കേരളം അതിനകത്തുണ്ട്, ഈ സംയോജിത നദീജല ആ ഒരു ഇതിനകത്തുണ്ട്, പദ്ധതിയിലുണ്ട് നമ്മൾ. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായില്ല ഇത് എന്തിനാണ് ഇങ്ങനെ അനവധി. അപ്പൊ എല്ലാവരും കരുതിയത് ജലസേചനത്തിനൊക്കെ സൗകര്യത്തിനാണെന്നുള്ളത്. ഇപ്പോഴാണ് ആ കാര്യം മനസ്സിലായത്. ഈ വരുന്ന നദിയിലെ വെള്ളം ഇനി എങ്ങും വർഷകാലത്ത് പൊങ്ങില്ല, ഇത് ഇങ്ങോട്ടേക്ക് കൺവെർട്ട് ചെയ്ത് വിടും. ഈ നദി സംയോജിത നദി എന്ന് പറയുമ്പോൾ നദികളെല്ലാം സംയോജിപ്പിക്കുകയാണെങ്കിൽ ഈ വെള്ളം എങ്ങും ഒരിടത്ത് കെട്ടി നിൽക്കുന്നില്ലല്ലോ. ഇല്ല എന്നുണ്ടെങ്കിലാണല്ലോ വെള്ളപ്പൊക്കം കണക്കുള്ള വലിയ സംഭവം വരുന്നത്. അപ്പൊ ഈ വരുന്ന നദിയിലെ വെള്ളം ഒരു തുള്ളി പോലും പുറത്തു പോയില്ല. ഇതുകൊണ്ട് ഗുണം കിട്ടുന്ന ആർക്കാണ്? രാജസ്ഥാനിലെ മരുഭൂമിയിൽ വരെ ഈ വെള്ളം എത്തിക്കുന്ന കനാലുകൾ, ഇതൊക്കെ നമ്മൾ വാർത്ത ചെയ്തിരുന്നതാണ് മുൻപ്. പ്രേക്ഷകർക്ക് ഓർമ്മ കാണും, ആ കനാലിന്റെ ലെങ്തും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്തിരുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ കനാല് കെട്ടുന്ന പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്. നമ്മുടെ കണ്ടിരിക്കുന്ന കനാല് നമ്മുടെ നാട്ടിലൊക്കെ ഈ സിമെന്റും കമ്പിയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഈ രണ്ട് സൈഡിലും കെട്ടി വലിയ ഉയരത്തിലൊക്കെ കെട്ടി വെക്കുന്ന കനാലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആക്ച്വലി അങ്ങനെയുള്ള കനാലുണ്ട്, ഇല്ല എന്നല്ല. ഇതിന്റെയൊക്കെ കനാലുകൾ എന്ന് പറയുന്നത് നദികളെ തമ്മിൽ സംയോജിപ്പിക്കുന്ന ചാല് കീറി കൊടുക്കാന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. ചാല് കീറുക എന്ന് പറയും. എല്ലായിടത്തും അത് ഭാഷ ഉപയോഗിക്കുമെന്ന് അറിയില്ല. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഈ കായലിൽ വെള്ളം പൊങ്ങി കഴിയുമ്പോൾ, പാടത്തൊക്കെ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അത് കടലിലേക്ക് വെട്ടിവിടും. പൊഴി എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ പൊഴിയിൽ നമ്മൾ ചാല് കീറി കൊടുക്കാറുണ്ട്. ആ ചാല് കീറുന്ന സമ്പ്രദായം തന്നെയാണ് ഈ സമ്പ്രദായവും. ഇതിന്റെ ആഴം കൂട്ടുക, ഒപ്പം തന്നെ പുതിയ രീതി. പിന്നെ അതല്ലാതെ അത് ഇങ്ങനെ പണിയേണ്ടടുത്ത് പണിയുക. പിന്നെ ചെക്ക് ഡാമുകൾ ഇതിലെല്ലാം സ്ഥാപിക്കും. ഓരോ ഇടയ്ക്കും ചെക്ക് ഡാമുകൾ സ്ഥാപിക്കും. അപ്പൊ വെള്ളം നമുക്ക് സംഭരിച്ച് വെക്കാനും കഴിയും. ഇത് ചെയ്യും. ഇത് ആദ്യം തന്നെ ചെയ്ത് വെച്ചിട്ടാണ് ഇതിലേക്ക് പുള്ളി പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് പല പ്രസംഗങ്ങൾ ഇത് പറയുന്നുണ്ട്, റാലികളിലൊക്കെ പോവില്ല, രക്തവും പിന്നെ പോവില്ല. ഇത് ആർക്കും മനസ്സിലാകുന്നില്ല. ഈ രണ്ടാമത്തെ ചോദ്യം ഇപ്പോഴാണ് അന്ന് കമന്റ് ഇട്ടവർക്കും അന്ന് വലിയ ന്യായം പറഞ്ഞവർക്കും മനസ്സിലായത്. ഇത് നമ്മളൊരു 10,000 അണുബോംബ് കൊണ്ടിടുന്നതിനേക്കാളും വലിയ പണിയാണല്ലോ കൊടുത്തതെന്ന്. പാകിസ്ഥാൻ ജന്മത്ത് രക്ഷപ്പെടും. വെള്ളം കിട്ടിയില്ല, ബാക്കി എല്ലാം നടക്കും. വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ പാകിസ്ഥാനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും കൃഷിയില്ല, കുടിവെള്ളമില്ല, മറ്റു വെള്ളമില്ലാതെ വന്നാൽ ഒരു ജനതയ്ക്ക് പിന്നെ ചെയ്യാൻ കഴിയുന്നത് ഒന്നുകിൽ പലായനം ചെയ്യും. അങ്ങനെ വരുവാണെങ്കിൽ ഈ സിന്ധു പ്രദേശത്തുള്ളവരെല്ലാം അവിടെ പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വരാൻ രാജ്നാഥ് സിംഗ് പറഞ്ഞ കണക്ക് അത് ഇന്ത്യയിലേക്ക് ചേരാനായിട്ട് വലിയ താമസമൊന്നും പിന്നെ വേണ്ടി വരില്ല. കാരണം വെള്ളമില്ലാതെ നിൽക്കണ്ടേ? വെള്ളം ഉള്ളിടത്തേക്കായിരിക്കും ജനമായാലും ജീവിയായാലും പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് കുറെ ബോംബ് എടുത്തിട്ട് ഇന്ത്യയുടെ മുകളിൽ ഇടാൻ പറ്റുമോ? ഇന്ത്യ വെള്ളത്തിന് വെള്ളം തന്നെ കൊടുക്കണ്ടേ? അല്ലാതെ അവരുടെ കയ്യിൽ അനുഭവമുണ്ട് നിങ്ങളെ എപ്പോഴും നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് വെള്ളം തന്നാലല്ലേ വെള്ളം കിട്ടത്. വെള്ളത്തിന് വെള്ളം വേണം. ബോംബ് ഇട്ടിട്ട് കാര്യമില്ല, യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഇങ്ങനെയുള്ള അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ സിന്ധു പ്രവിശ്യയും മറ്റുമൊക്കെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത്. പഞ്ചാബ് പ്രവിശ്യയും ഒക്കെ ബാധിക്കുന്നുണ്ട്.
ആയാലും അങ്ങനെയാണ്. വെള്ളമുള്ളിടത്തേക്കാണ് അതുങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴായാലും. മനുഷ്യൻ അതിൽ നിന്ന് വ്യത്യസ്തനല്ല. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ വന്നേക്കായിരിക്കാം. അദ്ദേഹം അത് വെച്ചിട്ട് അവിടെ രാജ്നാഥ് സിംഗ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാനത് എൻ്റെ ഒരു ഇത് പറയുകയാണ്. പക്ഷെ ഇതിനകത്ത് പാകിസ്ഥാൻ ഒരു അല്പബുദ്ധിക്കാരായതുകൊണ്ട് അവർ ഇതിൽ നിന്ന് തടയിടാൻ വേണ്ടിയിട്ട് അവരിപ്പോ ചെയ്യാൻ പോകുന്ന പണി അതിർത്തിയിൽ അപ്പൊ അവരുടെ ഈ ഒരു തീവ്രവാദ ചാവേർ ഗ്രൂപ്പിനെ മുന്നിൽ തയ്യാറാക്കുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം അത് കൊടുത്തിട്ടുണ്ട്. ഘാതക് ഗ്രൂപ്പ് തയ്യാറാകുന്നു അണിയറയിൽ എന്നാണ് അതിന്റെ ഹെഡിങ് തന്നെ. അപ്പം അതൊക്കെ വെക്കുന്ന വെച്ചാൽ ഇതിന്റെ ഇത് ട്വിസ്റ്റ് ചെയ്ത് വിടണമല്ലോ. ഇപ്പൊ ജനം പ്രക്ഷോഭം ഉണ്ടാക്കും. ജനം ആർക്കെതിരെ പ്രക്ഷോഭം ഉണ്ടാകും? ഇന്ത്യക്കെതിരെയാണോ? അല്ല, ഭരണാധികാരികൾക്കെതിരെ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന് വെള്ളം കിട്ടിയില്ലെങ്കിൽ കോർപ്പറേഷനുള്ള ഒരു കോർപ്പറേഷൻ മേയറേയും കോർപ്പറേഷനെതിരായിട്ട് സമരം ചെയ്യത്തുള്ളൂ, മുദ്രാവാക്യം വിളിക്കത്തുള്ളൂ. ആ ഒരു സംസ്ഥാന സർക്കാരിനെ പോലും ഒന്നും പറയില്ല, കേന്ദ്രത്തിലും പറയില്ല. കാരണം ആരാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രതിഷേധം ശക്തമായി പാകിസ്ഥാന് നേരെ ഉയരുകയാണെങ്കിൽ ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചുണ്ടാക്കുന്ന ഡാമേജ് നാണക്കേടും വേറെ. അല്ലാതെ ഇപ്പം വിലക്കയറ്റത്തിനെതിരെയുള്ള പ്രക്ഷോഭം പോലെയോ ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഇതിലുള്ള പ്രക്ഷോഭം പോലെ അല്ല. കുടിവെള്ളമില്ലാത്തതിന്റെ പ്രക്ഷോഭത്തിന്റെ വാർത്തകൾ ഇന്റർനാഷണൽ മീഡിയാസ് നിറഞ്ഞു കവിയുമ്പോഴുള്ള കുഴപ്പം ഭാവിയിൽ പോലും ഒരു പ്രൊജക്ട് അവിടെ വരില്ല. ഒരു രാജ്യവും 10 ദിവസം മുടക്കാൻ തയ്യാറാകില്ല. ഇല്ലെങ്കിൽ പുതിയ ഫണ്ടുകളോ കാര്യങ്ങളോ അവിടെ വരില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ഇതുണ്ട്. ഇനി ഇതിനേക്കാളും വലിയൊരു പണി അപ്പുറത്ത് നടക്കുന്നുണ്ട്. അതും കൂടെ വന്നു കഴിയുമ്പോൾ ഇവർ വെള്ളം കിട്ടാതെ മരിക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ അഫ്ഗാനിസ്ഥാൻ ഡാം പണിയുന്നത്, ആ ഡാം പണിയുന്നത് മുഴുവൻ ഇന്ത്യയാണ് പണിത് കൊടുക്കുന്നവർക്ക്. ആ ഈ പറയുന്ന ഹിന്ദുക്കുഷ് പർവ്വത നിരവിലുള്ള വരുന്ന ആ നദിയിലൊക്കെ അവർ ഡാം ഇട്ടു. കാരണം അവരുടെ ഭാഗത്തൂടെ അത് വരുന്നത്. അവരും കൂടെ ഡാം കെട്ടി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് വെള്ളം കിട്ടാതെ വലിയ പാടായിരിക്കും. അത് ഈ ഖൈബർ പഖ്തൂൺ മേഖലയിൽ കൂടെ ആണ് വെള്ളം കിട്ടേണ്ടത് അവർക്ക്. ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺ മേഖല ഏതാണ്ട് ഒരു 4 വശവും വെള്ളമില്ലാത്ത 4 പ്രവിശ്യയിലും വെള്ളമില്ലാത്ത സ്ഥിതിയിലേക്ക് വരും. അത് രൂക്ഷതയായിരിക്കും. ജനം വെള്ളത്തിനായിട്ട് തെരുവിലിറങ്ങുക എന്ന് പറഞ്ഞ സാധാരണ ജനം ഇറങ്ങുന്ന പോലത്തെ ഒരു ഇറക്കമല്ല. ഇതിനകത്ത് അവർക്ക് പാർട്ടിയുടെ കൊടി നോക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ വേറെ അങ്ങനെയാണല്ലോ കുടിവെള്ളത്തിന്റെ ഒരു വിഷയം നമ്മുടെ നാട്ടിലാണെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസും BJP കമ്മ്യൂണിസ്റ്റും ഒന്നും ഇല്ല. കുടിവെള്ളം ഒരു വലിയ വിഷയമാണ്. അത് ഒന്നിക്കും അതൊരു വലിയ പ്രക്ഷോഭമായി മാറും. അപ്പൊ അതിനെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മണ്ടന്മാര് ചിലപ്പോ എന്തെങ്കിലും തരത്തിലുള്ള തരികട ഒപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. പിന്നെ ഇവന്മാര് രണ്ടാമത് ചിന്തിക്കാൻ പോകുന്ന കാര്യം, ഈ ഐക്യരാഷ്ട്രസഭയുടെ മറ്റുമൊക്കെ കുറെ ഫണ്ട് അടിച്ചു മാറ്റാൻ പറ്റുമോ ചിലപ്പോൾ നോക്കും. വെള്ളം എത്തിക്കുന്ന പദ്ധതി പ്രൊജക്ടുകൾ വരുമല്ലോ, വെള്ളം എത്തിക്കുന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് നിലവിലത്തെ സാഹചര്യത്തിൽ ആ ഫണ്ടുകൾ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവുമാണ്. കാരണം അവർ ഗ്രേ ലിസ്റ്റിൽ എങ്ങാണ്ടാണ് കിടക്കുന്ന IMFന്റെ ഒക്കെ. അവിടെ നിന്ന് കിട്ടാം. പിന്നെ ഇനി അവർക്ക് ആകെ ആശ്രയിക്കാനുള്ളത് ശ്രീമാൻ ട്രംപിനടുത്ത് മാത്രമാണ്. ട്രംപിനോട് പോയിട്ട് ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്യാൻ പറയും. ഇപ്പോഴത്തെ അവസ്ഥ ട്രംപ് പറഞ്ഞാൽ കേൾക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. കേൾക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അങ്ങനെ ട്രംപ് പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ റഷ്യയുടെ എണ്ണ നിർത്തിയാനല്ലോ, ഇല്ലെങ്കിൽ ട്രംപിന്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റഴിക്കാൻ കഴിഞ്ഞാലോ, വ്യാപാരക്കാരെ ഒപ്പിടാൻ കഴിഞ്ഞാലോ. ഇതൊക്കെയാണ് ഇതിനിടയിൽ വളരെ കൗതുകകരമായ ഒരു കാര്യം. ഇപ്പൊ ട്രംപിനെ പറഞ്ഞുകൊണ്ടാണ് ഒരു കാര്യം കൂടെ ഓർമ്മ വന്നുകൊണ്ട് അത് പ്രേക്ഷകരോട് അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. നമ്മുടെ ഈ ട്രംപ് ഇപ്പൊ കയറി കഴിഞ്ഞപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ ബഹളം വെച്ച ഒരാളുണ്ടായിരുന്നു, നമ്മുടെ എലോൺ മസ്ക്. അദ്ദേഹത്തിന് ടെസ്ല കാർ വിൽക്കണം എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദിയെ ട്രംപ് വിളിച്ചു പറയുന്നു, അത് പറയുന്നു. കാരണം ട്രംപിന്റെ ചങ്ങാതി ആയിരുന്നല്ലോ അന്ന്. ഇപ്പൊ ഉടക്ക ഇപ്പൊ ഈ മസ്ക്. അപ്പം പറഞ്ഞു അങ്ങനെ നരേന്ദ്രമോദി മറ്റുള്ളവർക്കൊക്കെ ടാക്സ് കുറച്ച് 110% ടാക്സിൽ കാർ ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ ഈ ചൈനയിലെ കാറ് പൊട്ടിപ്പോയി. BYD എന്ന് പറഞ്ഞൊരു വണ്ടി ഇറങ്ങിയപ്പോഴത്തേന് ഈ ടെസ്ല ചൈനയെ കൂട്ടിക്കെട്ടി. അങ്ങനെയാണ് ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പൊ ഇന്ത്യയിലോട്ട് വന്നിട്ട് അവരുടെ ഏറ്റവും വില കുറഞ്ഞ മോഡൽ കൊണ്ട് ഇന്ത്യ വന്നു. വലിയ വാർത്തയായിരുന്നു അത്. ടെസ്ലയുടെ ഷോറൂം നാഗപ്പൂരിലാണ് തുറന്നു വെക്കാൻ. ഇപ്പൊ കേൾക്കുന്ന ഇന്നലെ ഞാൻ കേട്ട ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത എന്ന് പറഞ്ഞാല് അവർ ആകെ 300 കാറാണ് ഇന്ത്യയിലേക്ക് വിൽക്കാൻ കൊണ്ടുവന്ന്. അത് 100 എണ്ണം പോലും അവർ വിറ്റില്ല എന്നുള്ളതാണ്. അവർക്ക് വിൽക്കാൻ കഴിയുന്നില്ല. ഇനി എന്ത് ചെയ്യണം? വില കുറച്ചു, കൊണ്ടുവന്നതിനേക്കാളും വില കുറച്ച് കൊടുത്തിട്ട് ആർക്കും വേണ്ട ഈ സാധനം. കാരണം ഇന്ത്യ ഇന്നിപ്പോ ഈ കാറുകളുടെ ഒരു മത്സരാധിഷ്ഠിതമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ടെസ്ല ആർക്കും വേണ്ട. ചൈനയിൽ എങ്ങനെയാണോ പൂട്ടിക്കിട്ടുക, അത് BYD എന്ന് പറഞ്ഞൊരു കമ്പനി വന്നപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉണ്ട്, റേറ്റും കുറവാണ്. ഇന്നിപ്പം ഇതേപോലുള്ള കമ്പനികൾ ഇഷ്ടംപോലെ വന്ന് ഇതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാളെ അമേരിക്കയിൽ പാലുൽപ്പന്നം ഇവിടെ വന്നാലും അത് എത്ര പേര് വാങ്ങുമെന്നുള്ള കാര്യം സംശയമാണത്. ടെസ്ലയുടെ അവസ്ഥ തന്നെ ആയിരിക്കും. ഏതായാലും 300 കാറ് കൊണ്ടുവന്നിട്ട് പൊടി പിടിച്ച് കിടക്കുന്നു എന്നാണ് ആ വരിയിൽ അവർ പറയുന്നത്. ആ മാധ്യമത്തിന്റെ റിപ്പോർട്ടിൽ പൊടി പിടിച്ച് കിടക്കുന്നു എന്നാണ് പറയുന്നത്. 100 കാറ് പോലും അവർക്ക് വിൽക്കാനും കഴിഞ്ഞിട്ടില്ല. അത് പൂട്ടിക്കെട്ടി പോകാനാണ് സാധ്യത. കാരണം മോദിക്ക് ആൾക്കാരെ കൊണ്ട് കാർ എടുപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഷോറൂം ഒന്ന് ഇവിടെ തുടങ്ങിക്കോ എന്നൊക്കെ ഇച്ചിരി ടാക്സ് ഒക്കെ കുറച്ച് തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഏതാണ്ട് അവസ്ഥ ഇതാണ്. ഏതായാലും ഇന്ത്യ ഇപ്പൊ ട്രംപിന് ഇതിൽ ഇടപെടുമോ എന്ന് അറിയില്ല. ട്രംപ് ഇടപെടാതിരിക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. കാരണം കഴിഞ്ഞ ദിവസം പുള്ളി ഒരു ഡയലോഗ് അടിച്ചായിരുന്നു,
സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇനി മുതൽ സമാധാനപ്രിയനല്ല എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് തന്നെയല്ല, പാകിസ്ഥാന്റെ കേസിലെടുത്ത് തലയെ വെക്കാൻ സാധ്യതയില്ല. കാരണം ചുമ്മാ നാറിപ്പോകുന്ന പുള്ളിക്കറിയാം. പുള്ളി ഭയങ്കര ബുദ്ധിമാനായ ഒരു മനുഷ്യനും കൂടിയാണ്. ആവശ്യമില്ലാത്തടത്തൊന്നും കയറി ഏണി വെക്കാറില്ല. എന്തുകൊണ്ടാണ് ഈ ബ്രസീലിയൻ പ്രസിഡന്റിന് പുള്ളി ഒന്നും പറയാറില്ലല്ലോ? പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തതായിട്ട് അയാൾ പറയും. ഇന്ന് പറയാറില്ല, എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും അയാൾ വിളിച്ചിട്ടുണ്ട്. അത് വളരെ മോശമായ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പറയാറില്ലല്ലോ. ആകെ ഈ പറഞ്ഞോണ്ട് പിന്നെ പറഞ്ഞാലും മൈൻഡ് ചെയ്യാത്തവരാണ് ഈ ഷീ ജിൻപിങ്, നരേന്ദ്രമോദി, പുടിൻ. ട്രംപ് ഒരു സൈഡിൽ കിടന്ന് എന്ത് പറഞ്ഞാലും മിണ്ടത്തേ ഇല്ല. ഇവിടെ അനങ്ങാതിരുന്ന് കേട്ട് നമ്മൾ നമ്മുടെ പണിയും കൊണ്ട് മുമ്പോട്ട് പോകും. അതുകൊണ്ട് ഇപ്പൊ പറച്ചിലൊന്നും ഇല്ല. ഇന്നലെ ഒരു ഇന്ത്യൻ മാധ്യമത്തിന് ഒരു ബൈറ്റ് കൊടുത്തു. ആകെ ഒരു ബൈറ്റ് ഇന്നലെ അദ്ദേഹം ഈ യൂറോപ്യൻ ബിസിനസ് കോൺക്ലേവിൽ അദ്ദേഹം പങ്കെടുത്തപ്പോൾ ആകെ ഒരു ബൈറ്റേ കൊടുത്തുള്ളൂ. അത് നമ്മുടെ ഈ ന്യൂസ് 18 ഒരു ഇന്റർനാഷണൽ മീഡിയ ഉണ്ട്, മണി കൺട്രോൾ എന്നാണ് അതിന്റെ പേര്. അവർക്കൊരു ബൈറ്റ് കൊടുത്തിരിക്കും. അപ്പൊ അതിനകത്ത് പറയുന്നത് മോദി വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്, അടിപൊളി മനുഷ്യനാണ്, ഇപ്പൊ തന്നെ വ്യാപാര കരാർ റെഡിയാവുന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെയും ഇപ്പൊ വ്യാപാര കരാർ സംഘടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ട്രംപിന്റെ മുമ്പിലുള്ള ഏക പോംവഴി. അതിനിടയിലാണ് കുരുകണക്ക് ബ്രിക്സിന്റെ നാണയം വരുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാനിൽ വെള്ളമില്ല. ഏതായാലും ട്രംപിന് മാത്രമാണ് ഇനി പാകിസ്ഥാനെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം ട്രംപാണ്, വേറെ ആരും ഇല്ല ഇതിനകത്ത്. ട്രംപിന്റെ എങ്ങനെ ആകും എന്നുള്ളതാണ്. ട്രംപ് വെള്ളം കുടിക്കുകയും ചെയ്യും. പാകിസ്ഥാന് വെള്ളം കിട്ടത്തില്ല, ട്രംപ് വെള്ളം കുടിക്കും ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ. അമ്പിനും വില്ലും മോഡി അടുക്കത്തും ഇല്ല. കാരണം പുള്ളി നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ച് കനാലും തുറന്ന് വെട്ടി വെച്ചിട്ട് എപ്പോഴൊരു നല്ല മുഹൂർത്തം നോക്കി ഇരുന്നതാ ഈ വെള്ളം കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ വരികയും ആ ഒരു അവസരം ഒരു വലിയ അവസരമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, അത് അന്നും നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ധനുഷിന് ഓർമ്മയുണ്ടാകും, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്. അന്നും നമ്മൾ പറഞ്ഞു, നമ്മൾ അണുബോംബ് ഇടുന്നതിനും ഹൈഡ്രജൻ ബോംബ് ഇടുന്നതിനുമൊക്കെ പണിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ജന്മം നല്ല ഒരു 100 ജന്മത്തേക്ക് അവർ പൊങ്ങില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഏതാണ്ട് അത് ശരിയായിരിക്കുന്നു. ഇനി അതിന്റെ പ്രത്യാഘാതം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പാരിസ്ഥിതിക പ്രത്യാഘാതം നമ്മൾ പലവട്ടം ഇവിടെ വാർത്ത ചെയ്തു കഴിഞ്ഞു. പാരിസ്ഥിതിക പ്രത്യാഘാതത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അവരിനി ആക്രമണമോ യുദ്ധമോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായി വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ ഈ പ്രത്യാഘാതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്.